ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ടായി. കോളേജിനെ കുറിച്ചൊന്ന് റിവ്യൂ പറയുമോ, പിന്നെന്താ കോളേജിൽ എന്താ യൂണിഫോം ഇല്ലാത്ത, എന്തൊക്കെയൊക്കെയോ ഇതൊക്കെയായിരുന്നു നമുക്ക് വന്ന ഡൗട്ട്സും എൻക്വയറീസൊക്കെ. സോ ഇതിനൊക്കെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ +2 കഴിഞ്ഞിരിക്കുന്ന മക്കൾ ആണിത് കാണുന്നതെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. 3 കോഴ്സിനെ പറ്റി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. BSc CS പറയും, BCA കുറിച്ച് പറയുന്നുണ്ട്, മെർച്ചൻ്റ് നേവിനെ കുറിച്ച് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഞാനിത് കോളേജാണ്, ഞാനിത് കോഴ്സാണെന്ന്. ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ സെൻറ്റ് ജോസഫ് കോളേജ് തേവഗിരിയാണ്, കാലിക്കറ്റ് ഉള്ളത്. അവിടെ ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞ ഒരു കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ തുടങ്ങാം. കോളേജ് എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ റൂൾസും ഒക്കെ ഉണ്ടാകും. തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ നമ്മൾ എക്സാംസും റിസൾട്ടൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലാണെങ്കിലും അവരുടെ കോളേജസ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്തൊന്നായിരിക്കും നമുക്ക് അവർക്ക് എക്സാം ഉള്ളപ്പോഴായിരിക്കില്ല നമുക്ക് അവരെ എക്സാം പോലെ ആയിരിക്കില്ല നമ്മളത് കുറച്ച് ടഫ് ആവാൻ സാധ്യത ഉണ്ട്. സെൻറ്റ് ജോസഫ് കോളേജ് തേവഗിരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് പഠിപ്പും പഠിപ്പും നിങ്ങൾക്ക് പരിപാടിയും ഒരേപോലെ ഉണ്ടാവുന്ന ഒരു കോളേജാണ്. ഇവിടെ നമുക്ക് എയ്ഡഡും സെൽഫ് ഫിനാൻസും കൂടി ആയിട്ട് 27 കോഴ്സസ് ഉണ്ട്. PG 14, PGൻ്റെ 14 കോഴ്സസും ഉണ്ട്, UGൻ്റെ 27 കോഴ്സസും ഉണ്ട്. പിന്നെ നമുക്ക് NAAC അക്രഡിറ്റേഷനിൽ നമുക്ക് A++ ഗ്രേഡുള്ള ഒരു കോളേജാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിലായതിനെ കൊണ്ട് BCA കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള അറിവാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. BSc കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ഞാൻ പഠിച്ച എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ പഠിച്ച കോഴ്സിനെ പറ്റി പറയാം. BSc കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്കിനോട് കോഡിങ്ങിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി എന്ന് ഞാൻ പറയാം. ബിക്കോസ് എനിക്ക് ബയോളജിയാണ് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്നു. ഇതെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ടെക് ലെവൽ അല്ലെങ്കിൽ ഈ കോഡിങ്ങൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങളിതൊക്കെ എടുക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ചും കൂടി കുറച്ചും കൂടി ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കാനും ഇതിൻ്റെ ബേസ് തൊട്ടിട്ട് കുറച്ചും കൂടി ഹൈ ലെവൽ വരെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ പഠിപ്പിച്ച് തരും. സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം ഫസ്റ്റ് 6 സെമ്മിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്ലേസ്മെൻറ്റും ഉണ്ടാകുന്ന ഒരു പ്ലേസ്മെൻറ്റും കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ. നമ്മൾ 75% കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കയറുമെന്ന് വിചാരിക്കാം. അങ്ങനെ കയറി നിങ്ങളൊക്കെ എത്തുമ്പോഴത്തേക്ക് 100% പ്ലേസ്മെൻറ്റും ആയവിടെ നമുക്ക് എല്ലാവർക്കും പണി ഉണ്ടാവും വിചാരിക്കാം. BCAനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കോളേജിൽ ഇപ്പോൾ പുതിയ ഒരുപാട് കോഴ്സ് വരുന്നുണ്ട്. BCA വിത്ത് AI അങ്ങനെയൊക്കെ ഒരുപാട്. സോ അത് BCAയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക വെച്ചാൽ കുറച്ച് മാത്സ് ഉണ്ടാവും, അതേപോലെ ഒരുപാട് കോഡിങ് ലാംഗ്വേജസ് ഉണ്ടാവും. ജാവ, പൈത്തൺ, C, പ്രോഗ്രാമിങ് അങ്ങനത്തെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ടാവും, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. സോ നിങ്ങൾ ഏത് സ്ട്രീമിലുള്ള കുട്ടി, അതായത് ബയോമാക്സ് ആയ കുട്ടി, കമ്പ്യൂട്ടർ സയൻസ് ആയ കുട്ടി, കൊമേഴ്സിലുള്ള കുട്ടി, ഹ്യൂമാനിറ്റീസും പറ്റും തോന്നുന്നു, ഹ്യൂമാനിറ്റീസിലുള്ള കുട്ടിക്കൊക്കെ ഈ കോഴ്സസൊക്കെ എടുക്കാം നിങ്ങൾക്ക്. പക്ഷേ BCA ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. BSc കമ്പ്യൂട്ടർ സയൻസ് പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ BCA മാത്രമായിട്ടില്ല, അത് BCA വിത്ത് AI ഒക്കെ ആയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന അറിവ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഞാൻ BCA അല്ല എടുത്തത്. നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും കൂടി സജഷൻ ചോദിച്ചിട്ട് വേണം ഈ കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ. സാലറീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 1 lakh 2 lakh വയ്ക്കും പെർ ആനം വരിക. പക്ഷേ നിങ്ങൾ ബാംഗ്ലൂർ അവിടെയൊക്കെ ആകുമ്പോൾ വിപ്രോ, ഗൂഗിൾ അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടാനും ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് സാലറിയും ഇവിടെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കിട്ടും. ഇനി പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലും നല്ല സാലറിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ അഡ്വാൻസ് ടെക്നോളജി ഒക്കെ ഉള്ള ഈ കാലത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ കോഴ്സ് എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു പണി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ 4 year UG ആയിട്ടുണ്ട്. 4 year FIUGP ആണ് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാവുക, ഇതിൻ്റെ കറക്റ്റ് വാല്യൂ എനിക്കറിയില്ല. ഞാനും FIUGPയിൽ ആദ്യമായിട്ടാണ്. സോ ഞങ്ങൾ ഫസ്റ്റ് ബാച്ചാണ് വരുന്നത്. സോ നിങ്ങളും അത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കുറച്ചുകൂടി നല്ല അഡ്വാൻസ്ഡ് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല പ്ലേസ്മെൻറ്റും ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി വാല്യൂ ഉള്ളൊരു ഡിഗ്രി ആയിരിക്കും ഇതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് വിചാരിക്കും. നമ്മൾ ജോയിൻ ചെയ്യുന്ന കോളേജിനും ക്യാമ്പസിനും ബേസ് ചെയ്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഈ പ്ലേസ്മെൻറ്റൊക്കെ. തേവഗിരി കോളേജിലാണെങ്കിൽ ഒരു പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഒരു കോളേജാണ്. ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ എനിക്ക് തോന്നി. തീരെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു തേങ്ങ അറിയാത്ത ഒരാൾ പോയി BSc കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പക്ഷേ ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും നമുക്ക് BCA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സോ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ ഒരു എന്താണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. മക്കൾക്ക് ഒന്നും കൂടി ആരോടെങ്കിലുമൊക്കെ അറിയുന്നവരടുത്ത് ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. നിങ്ങൾ ഒരിക്കലും എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകരുതെന്ന്, അതും നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവരുത് ഈ എടുത്ത തീരുമാനങ്ങളൊന്നും. ഒരുപാട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾ മാക്സിമം ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ ഒരുപാട് കമ്പനിയിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലേസ്മെൻറ്റ് സമയമാകുമ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. BSc കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ BC ആയിക്കോട്ടെ, രണ്ടിലും നിങ്ങൾക്ക് ആവശ്യം സ്കില്ലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സൊക്കെ എടുത്താൽ സ്കില്ലുള്ളവർ മുന്നോട്ട് പോകും, അല്ലാത്തവരിങ്ങനെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് വെറും തിയറി പഠിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, സ്കില്ല് ആവശ്യമുണ്ട്. സോ നിങ്ങൾ മാക്സിമം കോഡിങ് ലാംഗ്വേജസ് ഒക്കെ പഠിച്ചിട്ട് പഠിക്കുക. ഈ കോഴ്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയായാലും അത് പഠിച്ചു പോയിക്കോളൂ. അതൊക്കെയാണ്. ഇനി മെർച്ചൻ്റ് നേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് പോളിയാണ്. നിങ്ങൾ അതെടുക്കാൻ ഞാൻ എന്തായാലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. ബിക്കോസ് നിങ്ങൾ BSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ വേണ്ടി ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും മെർച്ചൻ്റ് നേവി ഞാനത് എടുക്കാത്തതിന് എനിക്കിപ്പോൾ നല്ല റിഗ്രറ്റ് അടിക്കുന്ന ഒരു പ്രൊഫഷനാണത്. അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ടാവും നിങ്ങൾക്ക്. അതേപോലെ സാലറീൻ്റെ കാര്യം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. അത്യാവശ്യം നല്ല സാലറി ഉള്ളതാണ്. പക്ഷേ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഹാർഡ്ഷിപ്സ് ഉണ്ടാവും. എന്താ പറയുക, ഹോം സിക്നെസ് ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ വീട് വിട്ട് 6 മാസം നിൽക്കേണ്ടി വരും. ട്രെയിനിങ് കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും. അതൊക്കെയാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടി ലൈഫ് വേഗം സെറ്റിൽ ആവാനും പറ്റും. അതേപോലെ സാലറി ആയിക്കോട്ടെ. എൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാറുണ്ട്, കല്യാണത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നത്. സോ ആ ചേട്ടൻ മെർച്ചൻ്റ് നേവിയാണ്. സോ അവിടെ നിന്നൊക്കെ ആയിരിക്കും തോന്നുന്നു എനിക്ക് ഈ ഇൻസ്പിറേഷൻ വന്നത്. എനിക്ക് മെർച്ചൻ്റ് നേവി എന്ന് പറഞ്ഞൊരു കരിയർ ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ചൂസ് ചെയ്തോന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് അത് അടിപൊളിയാണ്. ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനീനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഞാനൊരു കമ്പനിയല്ല ഒരു ടീമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഈ മെർച്ചൻ്റ് നേവിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരു ടൈപ്പ് കൊളാബറേഷൻ, പെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ബിക്കോസ് ഞാൻ ആ ഒരു പ്രൊഫഷൻ എടുക്കാത്തതുകൊണ്ട് എനിക്ക് അത്രത്തോളം അറിയില്ല. എന്നാലും ഞാൻ അതിൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഉള്ളത് ഇവർ ഓൾറെഡി നമുക്ക് പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കോളേജിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതിൽ നമ്മൾ പറയുന്ന ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറഞ്ഞാൽ മാരിടൈം അക്കാഡമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് അവർ 700 വെസൽസ് മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈലി ട്രെയിൻഡ് കോമ്പറ്റൻറ്റ് ഓഫീസേഴ്സിനെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. പിന്നെ എന്താ പറയുക, അവിടെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്, ഫെസിലിറ്റീസ്, വെൽ സ്ട്രക്ചേർഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് അവർ കൊടുക്കുന്നത്. പിന്നെ അവിടെ എൻറോൾമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മെർച്ചൻ്റ് നേവിയിൽ നമ്മൾ IMUCT മാത്രം എഴുതിയാൽ പോരെ, നിങ്ങൾ സ്പോൺസർഷിപ്പ് എക്സാംസും എഴുതണം. അതായത് ഈ ആംഗ്ലോ ഈസ്റ്റേണിൻ്റെ സ്പോൺസർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യം നിങ്ങൾ ഒരു എൻട്രൻസ് എക്സാം എഴുതണം. ഇവരുടെ അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ https://aema.edu.in എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്ക് ഉണ്ട്. അതിൽ കയറിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പിൻ്റെ ഒരു എക്സാമാണ്. ഈ എക്സാമിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്സ്, PCM ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഇതിലൊക്കെ 60% അബവ് മാർക്ക് വേണം. പിന്നെ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് 50% അബവ് വേണം 10th +2. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങളോട് ചോദിക്കാം ഈ ഒരു സബ്ജക്ട്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും. പിന്നെ സൈക്കോമെട്രിക് ഇവാലുവേഷനും ഉണ്ടാവും. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് എക്സാമിനേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ ഇൻ്റർവ്യൂ സെലക്ഷൻ ആണ്. ഇൻ്റർവ്യൂ ആണ് ഫൈനൽ സെലക്ഷൻ എന്ന് പറയാം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഒരു കോളേജിലേക്ക് സെലക്ട് ചെയ്യുക. പിന്നെ IMUവിൻ്റെ റാങ്കും നോക്കും. സോ IMUവിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഈ എക്സാംസ് ഒക്കെ എഴുതുക. സ്പോൺസർഷിപ്പ് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് ഏതെങ്കിലും ഒരു കോളേജിലേക്ക് സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നല്ലൊരു കമ്പനിയാണ് സിനർജി. പിന്നെ നമുക്ക് MET എന്ന് പറഞ്ഞ കോളേജ് ഉണ്ട് ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ അവിടെയൊക്കെ നിങ്ങൾ ഇത് കൊടുക്കുക. സ്പോൺസർഷിപ്പ് എക്സാംസ് ചെയ്താൽ സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ IMUCTയും കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ വാങ്ങുക. നമുക്ക് വരുന്നത് 3 കോഴ്സാണ് വരിക. മെറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, BSc നോട്ടിക്കൽ സയൻസ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട് ഇൻ BSc കമ്പ്യൂട്ടർ സയൻസ്, BSc നോട്ടിക്കൽ സയൻസ്. അപ്പോൾ ഈ 3 കോഴ്സാണ് ഉള്ളത്. ഈ BSc നോട്ടിക്കൽ സയൻസ് പറയുമ്പോൾ ഡെക്കിലാണ് വരുന്നത്, മറ്റേത് എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ നിങ്ങൾക്ക് കുക്കിൻ്റെ ആ ഒരു ഇതുണ്ട്, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അതിനും ഉണ്ട്. ഡെക്കിലാണ് ഈ ക്യാപ്റ്റൻ, സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസർ ഒക്കെ വരുന്നത്. മറ്റോടത്തിൽ ചീഫ് എഞ്ചിനീയർ ഉണ്ടാവും. അതുപോലെ ഈ എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. എന്താ പറയുക, ഒരു ഏജ് ഓഫ് 21 നിങ്ങൾ നന്നായി സെറ്റിൽ ആവാൻ നിങ്ങൾക്ക് ഈ പ്രൊഫഷൻ നന്നായി ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഫാമിലിയിൽ ഞാൻ ഒറ്റ സിംഗിൾ ചൈൽഡാണ്. അതുപോലെ പിന്നെ എന്താ പറയുക, കുറച്ച് എന്നെ പാമ്പർ ചെയ്ത് വളർത്തിയുണ്ട്. അവർക്ക് ഇന്നെ പെട്ടെന്ന് കടലിലോട്ട് വിടാനോ അതോ എനിക്കൊരു ഫാമിലി ലൈഫ് ഉണ്ടാകുമ്പം
ഞാൻ എങ്ങനെ നിൽക്കും, അതായത് 6 മന്ത് നമുക്ക് എന്തായാലും കടലിൽ നിൽക്കണം, 6 മന്തേ നമ്മൾ വീട്ടിലുണ്ടാവും. അപ്പോൾ എങ്ങനെ ഞാൻ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും, ഇതൊക്കെ വിചാരിച്ചിട്ടാണ് എൻ്റെ പപ്പ വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിക്കും നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളെ ഡ്രീംസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അത് നിങ്ങളെ പാർട്ട്ണർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ല പാർട്ട്ണർ എന്ന് ഞാൻ പറയും. +2 കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും വേറെ ആരും പറയുന്നത് കേൾക്കേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന ഒരു കോഴ്സ് എടുക്കാൻ ശ്രമിക്കുക. വേറെ ആരെങ്കിലും പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര റിഗ്രറ്റ് ആയി പോകും. നിങ്ങൾക്കിപ്പം ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 3-4 ഫീൽഡ് ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെടുക്കണം എന്നുള്ളത് അത് എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു കോഴ്സ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാവുമോ ഒക്കെ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് തന്നെ എടുക്കുക. എനിക്ക് മെർച്ചൻ്റ് നേവി എടുത്താൽ എനിക്ക് സങ്കടം ഉണ്ടാവും എന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്രത്തോളം അത് റിഗ്രറ്റായി മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് IMUCT എഴുതാൻ നോക്കുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ പ്രാവശ്യം എഴുതാൻ പറ്റിയില്ല. ഞാൻ അടുത്ത പ്രാവശ്യം എഴുതുകയാണെങ്കിൽ കൂടി ഞാനിപ്പോൾ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിട്ട് എഴുതേണ്ട അവസ്ഥയാണ്. അതൊക്കെ വിചാരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും മക്കൾ അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ളൊരു കോഴ്സ് എടുക്കുക. അങ്ങനെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് അടിക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് എന്താണെന്ന് പലവർക്കും അറിയലുണ്ടാവില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ റിപ്പീറ്റിന് പോകണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. അത് വേറെ ആരും ഫോഴ്സ് ചെയ്തുണ്ടാക്കുന്നതല്ല. പിന്നെ ഒരുപാട് തിങ്ക് ചെയ്തിട്ട് എടുത്താൽ അതും പൊട്ടത്തരായിപ്പോൾ. അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടം മാത്രം നോക്കുക. നിങ്ങൾക്ക് ഈ കോഴ്സ് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ പാരൻസിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഇതുണ്ടാവില്ല, അതുണ്ടാവില്ല, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് മാത്രം എടുത്താൽ മതി. നിങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് ഇതാക്കുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്കാണ് പോവാൻ നഷ്ടം. പൈസയൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയല്ലാണ്ട് വേറെ ആർക്ക് വേണ്ടി നിങ്ങൾ അമ്മയച്ഛനും പൈസ ചിലവാക്കുക. സോ അത് വിചാരിക്കുകയും ചെയ്യരുത്. എനിക്കത് അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആർക്കും അത് പറ്റാതെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കുക. ദേവഗിരി കോളേജിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഡിഗ്രി എടുക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും ദേവഗിരി കോളേജ് എടുക്കണം. അത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. പുറത്തേക്ക് നോക്കുക, അതും നല്ലതാണ്. പിന്നെന്താ പറയുക, ദേവഗിരി കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ പരിപാടി നമുക്ക് നിർവ്വാണ, പിന്നെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ഫെസ്റ്റും അടിപൊളിയായിരിക്കും. പരിപാടീൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. പക്ഷെ അതേപോലെ നിങ്ങളെ പഠിപ്പും സ്റ്റഡീസും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കോളേജാണ്. അപ്പോൾ നിങ്ങളൊക്കെ ജോയിൻ ചെയ്യുകയാണ്, നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഓട്ടോണോമസ് കോളേജിൽ നിങ്ങൾ എങ്ങനെയാണ്, അതൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അത് നമ്മൾ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് അത്. നിങ്ങൾ എനിക്കറിയാം 10th കഴിഞ്ഞാൽ മക്കളായിരിക്കും എന്തായാലും ഈ വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ +2 കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തായാലും 10th എങ്ങനെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുത്ത് അതേപോലെ തന്നെ ഓൺലൈൻ വഴിയാണ് കൊടുക്കുക. ഞാൻ അക്ഷയോ അങ്ങനെ എവിടെയോ ഈ ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയങ്ങാടി, കാലിക്കറ്റ് പുതിയങ്ങാടി ഒരു ഇതുണ്ട്, അവിടെ നിന്നാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കഫേയിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഓൺലൈനിൽ കൊടുക്കാം. ഓട്ടോണോമസ് കോളേജ് ആയതുകൊണ്ട് ഇവർക്ക് വേറെ തന്നെ നമ്മൾ കൊടുക്കണം അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ. ബാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാകുമ്പോൾ അത് അങ്ങനെ കൊടുത്താൽ മതി. പക്ഷേ ഓട്ടോണോമസ് കോളേജുകൾക്ക് വേറെ തന്നെ ഒരു അലോട്ട്മെൻറ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയും കൂടി നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക. സോ നിങ്ങൾ സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. എല്ലാവരും നല്ല ബെസ്റ്റ് ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിൻ്റ് ആണിത്. മാർക്കിലല്ല കാര്യം, നിങ്ങളെടുക്കുന്ന കോഴ്സിലാണ് കാര്യം. അപ്പോൾ അത്രേ ഉള്ളൂ. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. താങ്ക് യു. ഞാനിപ്പോൾ ദേവഗിരി അടിപൊളിയാണ്. ഇത് അങ്ങനെ എനിക്കിപ്പം പേഴ്സണലി ദേവഗിരി ഇഷ്ടമാണ്. കാരണം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് സർക്കിൾ ആയിക്കോട്ടെ, പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ചതിലും അടിപൊളിയാണ് എനിക്ക് കിട്ടിയ കോളേജ്. അപ്പം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസും വെച്ച് ദേവഗിരിയിലോട്ട് ഒരിക്കലും വരരുത്. കുഴപ്പമില്ലാത്ത കോളേജായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫ്രണ്ട്സാണോ ഉണ്ടാകുന്നത്, നിങ്ങളുടെ ഫാക്കൽറ്റി, നിങ്ങളെടുത്ത കോഴ്സ്, അതൊക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ ആ കോളേജ് ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങൾ എത്തുന്ന ടൈമിൽ ഇവിടെ ഒരു പരിപാടിയും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു സിറ്റുവേഷനും വന്നേക്കാം. സോ നിങ്ങൾ അതൊക്കെ മുൻനിർത്തിയിട്ട് വേണം ഇവിടേക്ക് ജോയിൻ ചെയ്യുമ്പോൾ. ഇവിടെ ഏറ്റവും അടിപൊളി കോളേജാണ്, ഇവിടെ ഇങ്ങനത്തെ പരിപാടി ഉണ്ട് എന്നൊക്കെ ചേച്ചി പറഞ്ഞ് എന്നിട്ടൊന്നും ആരും ഇങ്ങോട്ട് വരരുത്. നമുക്ക് എന്താ പറയുക നല്ലതുമുണ്ട് ചീത്തതും ഉണ്ട്. അപ്പം വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി കോളേജായിരിക്കും. നല്ല ഓർമ്മകൾ സമ്മാനിക്കട്ടെ ഈ കോളേജ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.